പീരുമേട് പള്ളിക്കുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുവാൻ വനംവകുപ്പ് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പീരുമേട് RRT ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് സമരം നടത്തി. അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിക്സൺ ജോർജ്, പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് രാജൻ എന്നിവരാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കാട്ടാനയെ ഉടൻ തന്നെ കാടുകടത്തും എന്ന വനംവകുപ്പ് അധികൃതരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പീരുമേട് പള്ളിക്കുന്നിന് സമീപം കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയത്. നിരവധിയായ തോട്ടം തൊഴിലാളികളും മറ്റ് സാധാരണക്കാരായ ആളുകളും ഉൾപ്പെടെ അധിവസിക്കുന്ന മേഖലയിലാണ് കാട്ടാന വന്നത്. ആന ജനവാസ മേഖലയിൽ തന്നെ നിലകൊള്ളുന്ന സാഹചര്യമുണ്ടായതോടെ ഇതിനെ കാടുകയറ്റിവിടുവാൻ വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ഈ വിഷയം മുൻനിർത്തി അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിക്സൺ ജോർജും പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് രാജനും പീരുമേട് RRT ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ആനയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉള്ള നിലയ്ക്ക് കുറച്ച് ഫോറസ്റ്റുകാർ അതിൻ്റെ പുറകിൽ നിന്നത് ഷൂ പൊക്കം എന്നുള്ള രീതിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്? ഇവിടുത്തെ ജനത്തിന് ഏത് തരത്തിലുള്ള സൊല്യൂഷനുമാണ് ഈ ഗവൺമെൻറ്റും ഈ പറയുന്ന ഫോറസ്റ്റുകാരും ഇവിടെ ഏർപ്പെടുത്തുന്നത്? ഈ ആനയെ പേടിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെയുള്ളത്. കഴിഞ്ഞ വർഷം അതാണ്ട് 27/11/2024 സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് MP-യുടെ നേതൃത്വത്തിൽ അനുവദിച്ചിട്ടുള്ള തുക അത് അവർ കോൺട്രാക്ട് ഏറ്റെടുത്ത് പണി തുടങ്ങി എന്നാണ് ഫോറസ്റ്റ് DFO അടക്കം പറയുന്നത്. എന്നാൽ ആ പണിയുടെ ഒരു അവസ്ഥ എവിടം വരെ പുരോഗമിച്ച് നിൽക്കുന്നുള്ള അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇത് കൃത്യമായിട്ടുള്ള ആ ഒരു പ്രവർത്തനം വളഞ്ഞങ്ങാനം മുതൽ തോട്ടാപ്പുര വരെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥ ഇന്നുണ്ടാകുമായിരുന്നില്ല. യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും. സമരത്തിനൊടുവിൽ വനംവകുപ്പ് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ഉടൻ തന്നെ കാട്ടാനയെ കാടുകയറ്റി വിടാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. പീരുമേട്ടിൽ ജനവാസ മേഖലയിൽ കാട്ടാനശല്യം തുടർക്കഥയായി മാറുകയാണ്. മുമ്പ് വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളിലാണ് ആന എത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ കൂടുതൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങിയെത്തുന്ന സാഹചര്യമാണ്. നിലവിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികളടക്കം ഉണ്ടായെങ്കിലും വിഷയത്തിൽ ഒരുവിധ നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പീരുമേട്.